ചാമുണ്ടായൈ വിച്ചൈ. ഓം ഐം ഹ്രീം ക്ലീം 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 ചാമുണ്ടായൈ വിച്ചൈ. മഹാറാണി മേന, അമ്മേ ജഗദംബികേ. മേനാറാണി, ഞാൻ നിന്റെ ഭക്തിയിലും ആരാധനയിലും പ്രസന്നയായി. ജഗദംബികേ, എന്നിൽ പ്രസാദിച്ചാലും അമ്മേ, അങ്ങ് എന്റെ പുത്രിയായി ജന്മമെടുക്കാമെന്ന് ദേവി എനിക്ക് നൽകിയ വരദാനം സഫലമാക്കൂ അമ്മേ. ആ ഉദ്ദേശ്യം പൂർത്തീകരിക്കാനാണ് ഞാൻ പ്രത്യക്ഷയായത്. നിന്റെ പുത്രി രൂപത്തിൽ ഞാൻ തീർച്ചയായും അവതാരമെടുക്കുന്നതാണ്. എന്നാൽ ഗർഗമുനിയുടെ പ്രവചനവും നിന്റെ ഭർത്താവിന്റെ മനോകാമനയും പൂർത്തിയായ ശേഷം മാത്രം. ആദ്യം നീ ഒരു പുത്രന് ജന്മം നൽകും, അതിനുശേഷം ഞാൻ ജന്മമെടുക്കും. അതിനായി നീ കാത്തിരിക്കേണ്ടി വരും. നിന്റെ ആരാധന പൂർണ്ണമായി. നിനക്കിനി കൊട്ടാരത്തിലേക്ക് മടങ്ങാം. ഗുരുദേവ, അങ്ങ് മന്ദഹസിക്കുന്നു. ഞാൻ ധർമ്മസങ്കടത്തിലാണ്. അതിന് കാരണം അങ്ങയുടെ പ്രവചനം. സതീദേവിയുടെ വരദാനം മൂലം മഹാറാണി ശക്തി ആരാധനയിൽ മുഴുകിയിരിക്കുകയാണ്. സതിയെ പുത്രിയായി ലഭിക്കുന്നതിനായി അങ്ങയുടെ പ്രവചനമനുസരിച്ച് പുത്രനാണ് പിറക്കാൻ പോകുന്നത്. രണ്ടും അസത്യമാകാൻ സാധ്യമല്ല. അപ്പോഴേതാണ് സത്യം ഗുരുദേവ? പറഞ്ഞാലും ഗുരുദേവ, ഞങ്ങൾക്ക് പുത്രലാഭമുണ്ടാകുമോ അതോ പുത്രിയോ? രണ്ടും ഗുരുദേവ. ആ രാജനും മേന മഹാറാണി ആദ്യം പുത്രന് ജന്മം നൽകും, പിന്നെ പുത്രിക്കും. ആ സ്വാമി, മാതാശക്തിയും ഇതേ വരമാണ് നൽകിയത്. രാജഗുരു പറയുന്നത് സത്യമാകും. ആശീർവദിച്ചാലും ഗുരുദേവ. അഖണ്ഡ സൗഭാഗ്യവതി ഭവ, പുത്രവതി ഭവ, പുത്രവാൻ ഭവ. ഇപ്പോഴങ്ങയുടെ വിഷമം തീർന്നുവല്ലോ. ആ ഗുരുദേവ, പരാശക്തിയുടെ കൃപയും അങ്ങയുടെ അനുഗ്രഹവും കൊണ്ട് യാതൊരു വിഷമവുമില്ല. എന്റെ മംഗളാശംസകളും ആശംസകളും നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കും രാജനും. നാരായണ നാരായണ ശ്രീമൻ നാരായണ 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 ശ്രീമൻ നാരായണ 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 നാരായണ. ദേവർഷേ, അങ്ങ് ഞങ്ങളെ ഭയഭീതരാക്കി. ദുഷ്ടമനസ്സുള്ളവരും ദുരാചാരികളുമാണ് ഭീതരാകുക ദേവരാജ. താങ്കൾ എന്തിനു ഭയപ്പെടണം? ഞങ്ങളുടെ ദുർദശയിൽ അങ്ങ് ഞങ്ങളെ പരിഹസിക്കുകയാണോ ദേവർഷേ? നാരായണ നാരായണ, ഞാൻ പരിഹാസം സഹിക്കാറേ ഉള്ളൂ, മറിച്ചല്ല. ദേവർഷേ, ദയവായി അങ്ങ് ഇപ്പോഴെവിടുന്ന് വരുന്നു എന്ന് പറഞ്ഞാലും ശുഭവാർത്ത എന്തെങ്കിലും അറിയിക്കാനുണ്ടോ? ഞാൻ ശുഭാശുഭ വാർത്തകളുടെ വെറും ഒരു വാഹകൻ മാത്രമാണല്ലോ. എങ്കിലും നിങ്ങൾക്കായൊരു വാർത്തയുണ്ട്. എന്താണ് ആ വാർത്ത? പറയൂ ദേവർഷേ. ശചിദേവി, മേനാറാണിയുടെ ശക്തി ആരാധന സഫലമായിരിക്കുന്നു. പരാശക്തി അവരുടെ പുത്രിയായി ജന്മമെടുക്കും. സന്തോഷിക്കാൻ സമയമായില്ല. പുത്രിയുടെ ജന്മം പുത്രജന്മത്തിന് ശേഷമേ ഉണ്ടാകൂ. എന്ത്? നിരാശരാകേണ്ട ആവശ്യമില്ല. കാലവിളംബമുണ്ടായേക്കും, എങ്കിലും നടക്കും തീർച്ച. ദേവരാജൻ, ഭാവിയിൽ സൂക്ഷിക്കണം. ബ്രഹ്മദേവന്റെ വാക്കുകൾ അങ്ങേക്ക് ഓർമ്മ വേണം.
അങ്ങേക്കായി ഒരു താരകാസുരൻ വീണ്ടും ജന്മമെടുത്തേക്കാം. പക്ഷെ താങ്കളുടെ രക്ഷയ്ക്കായി